ദ വി മൗണ്ടൻ പാസ്. അതെ, ഇപ്പോൾ അയർലൻഡിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് പ്ലേസസ് ആണ് വി പാസ് മൗണ്ടെയ്ൻസ്. അപ്പം നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്ത് കോർക്കിയിൽ നിന്നാണ്. കോർക്കിയിൽ നിന്ന് ഏകദേശം ഒരു 75 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1 hour 20 minutes ബൈ കാർ ആയിരുന്നു ഇതിൻ്റെ ജേർണി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഹൈക്കിങ്ങിന് പോയി. ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് ഒന്നുമല്ല, ഹാർഡൊന്നുമല്ല, ഭയങ്കര ഒരു റിലാക്സ് ചെയ്ത് നമുക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്കിംഗ് ആയിരുന്നു. ഈ ഹൈക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫ്രഷ് എയറും മൗണ്ടൻ വ്യൂസും പിന്നെ ചുറ്റും നിറയെ പർപ്പിൾ ഫ്ലവേഴ്സും. ഓണസ്റ്റ്ലി ദ ഹോൾ എക്സ്പീരിയൻസ് വാസ് റിയലി റിലാക്സിങ്. അപ്പോൾ എനിക്കിവിടെ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. നോ സിറ്റി നോയ്സ്, നോ റഷ്, ജസ്റ്റ് നേച്ചർ ആൻഡ് അമേസിങ് വ്യൂസ്. അപ്പോൾ നിങ്ങൾ കോർക്കിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അയർലാൻഡിൽ എവിടെയാണെങ്കിലും ഈ വ്യൂ ഇപ്പം മിസ് ചെയ്യരുത്. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പോവാത്തൊരു മാക്സിമം വേഗം പോകാൻ നോക്കാം. ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ റോഡ് ട്രിപ്പ്, ഹൈക്കിംഗ്, ഫോട്ടോഗ്രാഫി ഓർ ഈവൻ ജസ്റ്റ് സ്പെൻഡിങ് സം ക്വാളിറ്റി ടൈം ഇൻ നേച്ചർ. അപ്പോൾ നേച്ചറൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പോവാം.